ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എക്കണോമിക് ലൈഫ് സൈക്കിളിനെ കുറിച്ചാണ്. എക്കണോമിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ 3 തരം ഫേസസ് ആണുള്ളത്. അതായത് ഒന്ന് സ്റ്റുഡന്റ് ഫേസ് എന്ന് പറയും, അത് ജോലിയൊന്നും ഇല്ലാത്ത പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. രണ്ടാമത്തെന്ന് പറയുന്നത് വർക്കിംഗ് ഫേസ് ആണ്. വർക്കിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു 20-25 വയസ്സിൽ നമ്മൾ ജോലിക്ക് പ്രവേശിക്കുന്നു. അന്ന് മുതൽ ഒരു 35-40 വയസ്സ് വരെയുള്ള ആ ഒരു ടൈമിനെയാണ് വർക്കിംഗ് ഫേസ് എന്ന് പറയുന്നത്. അടുത്ത റിട്ടയർമെന്റ് ഫേസ് ആണ്. ആ സമയത്ത് നമുക്ക് ഏണിങ്സ് കുറഞ്ഞു വരും, അല്ലെങ്കിൽ ഏണിങ്സ് ഇല്ലാതെയാവുന്നു. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെയാവുന്നു. അത് ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ റിട്ടയർമെന്റ് ഫേസ് എന്ന് പറയുന്നത്. ഈ 3 കാലഘട്ടവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു സ്റ്റുഡന്റ് ഫേസിൽ നമുക്ക് കാര്യമായിട്ട് ഏണിങ്സോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് പഠിക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലേ? അതേസമയം നമ്മൾ വർക്കിംഗ് ഫേസിലാണെങ്കിൽ നമുക്ക് 20-25 വയസ്സ് മുതൽ ഒരു 35-40 വയസ്സ് വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ 60 വയസ്സ് വരെ വർക്ക് ചെയ്യുന്നില്ല. 60 വയസ്സ് വരെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ ആളുകളും IT മേഖലയിലേക്കാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു 40 വയസ്സിൽ അവർ റിട്ടയർമെന്റ് ആകും. കാരണം അവരുടെ ആ കമ്പനികൾ ഇന്ന് 40 വയസ്സാവുന്നതോടെ IT മേഖലയിൽ നിന്ന് ആളുകളെ പിരിച്ചുവിടുകയാണ്. കാരണം അവരുടെ എഫിഷ്യൻസി കുറയുന്നു. അവർക്ക് അവിടെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ആവശ്യം. അപ്പോൾ ഒരു 40 വയസ്സിലൊക്കെ റിട്ടയർഡ് ആവേണ്ടി വരുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നേരത്തെ തന്നെ ഈ വർക്കിംഗ് ഫേസ് ഒരു 40 വയസ്സ് വരെ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയിൽ തന്നെ നമ്മൾ അതിന് വേണ്ട റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടത് പ്ലാൻ ചെയ്തേ മതിയാവും. റിട്ടയർമെന്റ് ഫേസ് എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ വരും വരെ ടേക്ക് കെയർ, ബൈ.